യാത്രകളെ ഇഷ്ടപ്പെടുന്ന മിക്കവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഹംപി കാണണമെന്ന്. ഹംപി സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സംഭാഷണം ആദ്യാവസാനം കേൾക്കുന്നത് പ്രയോജനം ചെയ്യും. കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഹംപി മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മലകളും പാറക്കെട്ടുകളും നിറഞ്ഞ 27 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപ്തിയുള്ള ഒരു പ്രദേശത്ത് ചിതറിക്കിടക്കുകയാണ് ഹംപിയിലെ കാഴ്ചകൾ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ഹംപി വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ചരിത്ര അന്വേഷികളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. തകർക്കപ്പെട്ട നഗരം അഥവാ റൂയിൻഡ് സിറ്റി എന്ന പേരിൽ പ്രസിദ്ധമാണ് ഹംപി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാന നഗരമായിരുന്ന വിജയനഗരത്തിൻ്റെ അവശേഷിപ്പുകൾ തുംഗഭദ്രാ നദിയുടെ കരയിൽ ഹംപിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഹേമകൂട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. വിദേശ സഞ്ചാരികൾ നൽകുന്ന സൂചനകൾ പ്രകാരം നഗരത്തിന് ചുറ്റുമായി 7 കന്മതിലുകൾ ഉണ്ടായിരുന്നതായും അതിൽ ഏറ്റവും ഉള്ളിലെ കോട്ടയ്ക്കകത്തായിരുന്നു രാജകൊട്ടാര സമുച്ചയം എന്നും ഏറ്റവും പുറത്തെ കോട്ടയുടെ തെക്കും വടക്കുമുള്ള വാതിലുകൾ തമ്മിൽ 14 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നതായും മനസ്സിലാക്കാം. കോട്ടകൾക്കുള്ളിൽ കച്ചവട കേന്ദ്രങ്ങൾ, വീടുകൾ, കൃഷിത്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, തടാകങ്ങൾ എന്നിവ ഉണ്ടായിരുന്നതായി സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ ഹംപിയിൽ നടന്നിരുന്നതായും സഞ്ചാരികളുടെ പരാമർശങ്ങളുണ്ട്. 1336 ചന്ദ്രവംശികളും യാദവകുലക്കാരുമായ സംഗമ രാജപരമ്പരയിലെ സഹോദരന്മാരായ ഹരിഹര ഒന്നാമൻ, ബുക്കരായ ഒന്നാമൻ എന്നിവരാൽ സ്ഥാപിക്കപ്പെട്ട വിജയനഗര സാമ്രാജ്യം ഇപ്പോഴത്തെ കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഗോവ സംസ്ഥാനങ്ങളും തെലങ്കാന, മഹാരാഷ്ട്ര, കേരള സംസ്ഥാനങ്ങളുടെ കുറേ ഭാഗങ്ങളും ഉൾപ്പെട്ട വിശാലമായ സാമ്രാജ്യം ആയിരുന്നു. ഹരിഹര ഒന്നാമൻ ആയിരുന്നു ആദ്യ ചക്രവർത്തിയെങ്കിലും കൃഷ്ണദേവരായരുടെ കാലം ആയിരുന്നു വിജയനഗരത്തിൻ്റെ പ്രതാപകാലം. ഗണിതം, വൈദ്യം, വാസ്തുവിദ്യ, സംഗീതം, ശില്പകല, അസ്ട്രോണമി എന്നിവയിലെല്ലാം വിജയനഗരം വലിയ പുരോഗതി നേടിയിരുന്നു. 1336 മുതൽ 1646 വരെ നിലനിന്നിരുന്ന വിജയനഗരത്തിൽ കന്നഡ, തെലുങ്ക്, തമിഴ്, സംസ്കൃതം ഭാഷകൾ വ്യവഹാര ഭാഷകൾ ആയിരുന്നു. മുസ്ലിം രാജാക്കന്മാരുമായുള്ള 1565 തളിക്കോട്ട യുദ്ധം വിജയനഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. തളിക്കോട്ട യുദ്ധത്തോടെ വിജയനഗരത്തിൻ്റെ പതനം ആരംഭിച്ചു എന്ന് പറയാം. ശ്രീരംഗ മൂന്നാമനായിരുന്നു വിജയനഗരത്തിൻ്റെ അവസാന ചക്രവർത്തി. ഹംപിയുടെ പഴയ പേര് കിഷ്കിന്ധ എന്നായിരുന്നു. സുഗ്രീവൻ്റെ അതേ കിഷ്കിന്ധ തന്നെ. രാമായണത്തിൽ പരാമർശിക്കുന്ന പമ്പാ നദി ഹംപിയിലെ തുംഗഭദ്രാ നദി തന്നെ. പമ്പേ എന്നത് ഹംപേ എന്നും പിന്നീട് ഹംപി എന്നായും രൂപാന്തരപ്പെടുകയായിരുന്നു. പാല് ഹാലു ആയ പോലെയും പൂവ് ഹൂവു ആയ പോലെയും പള്ളി ഹള്ളി ആയ പോലെയുമുള്ള ഒരു കന്നഡ രൂപാന്തരം. ഋഷ്യമുഖ പർവ്വതം, അഞ്ജനാപർവ്വതം, മാല്യവാൻ പർവ്വതം, താരാപർവ്വതം, സുഗ്രീവ ഗുഹ, ബാലി കില, ശബരി ഗുഹ തുടങ്ങിയവ പമ്പയിലും പരിസരങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. ആനെഗൊന്തി, അഞ്ജനാപർവ്വതം, പമ്പാ സരസ്, ഋഷ്യമുഖ പർവ്വതം, വാലി കില, അനന്തശയന ഗുഡി, സൂളെ ബാവി, വാലി ദിബ്ബ, വിരൂപാക്ഷര ഗഡ്, നവബൃന്ദാവന, ജംബുനാഥ ക്ഷേത്രം, ഹുളിഗമ്മ ക്ഷേത്രം തുടങ്ങിയവ തുംഗഭദ്രയുടെ മറുകരയിലെ കാഴ്ചകളാണ്. ഇതിൽ തന്നെ ആനെഗൊന്തി കോട്ട വിജയനഗരത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു. നിരവധിയായ ക്ഷേത്രങ്ങൾ കൂടാതെ ജൈന ബസതി, ഗഗൻ മഹൽ, ആനെസാലു, ഒണ്ടേസാലു മണ്ഡപ തുടങ്ങിയവ ആനെഗൊന്തിയിലെ കാഴ്ചകളാണ്. വിരൂപാക്ഷ ക്ഷേത്രം, ഹേമകൂട ക്ഷേത്രങ്ങൾ, കൃഷ്ണക്ഷേത്രം, വിഠല ക്ഷേത്രം, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, ഹജാര രാമക്ഷേത്രം, സരസ്വതി ക്ഷേത്രം, കോദണ്ഡ രാമക്ഷേത്രം, അച്യുതരായ ക്ഷേത്രം, മാല്യവന്ത രഘുനാഥ ക്ഷേത്രം, വീരഭദ്ര ക്ഷേത്രം തുടങ്ങി
ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ നഷ്ടാവശിഷ്ടങ്ങൾ ഹംപിയിൽ കാണാവുന്നതാണ്. ഹംപി ബാസാർ, കൃഷ്ണ ബാസാർ, അച്യുതരായ ബാസാർ, വിഠല ബാസാർ, പാൻസുപാരി ബാസാർ എന്നീ വ്യാപാര കേന്ദ്രങ്ങൾ ഹംപിയുടെ ആകർഷണങ്ങൾ ആയിരുന്നു. എതിരു ബസവണ്ണ, കടലേക്കാളു ഗണേശ, സാസിവേക്കാളു ഗണേശ, നരസിംഹ വിഗ്രഹം, ബഡവി ലിംഗ, ഹത്തുകൈ അമ്മ തുടങ്ങി അസാമാന്യ വലിപ്പമുള്ള ശിലാപ്രതിമകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഭീമൻ പാറക്കല്ലുകൾ അവ ഇരിക്കുന്നിടത്ത് വെച്ച് തന്നെ കൊത്തിയൊരുക്കി രൂപാന്തരപ്പെടുത്തിയ വിഗ്രഹങ്ങളാണ് മിക്കതും. ഹംപിയിലെ മറ്റൊരു പ്രത്യേകത കോട്ടവാതിലുകൾ പോലെയുള്ള അവിടുത്തെ നിരവധിയായ ഗേറ്റുകളും ശിലാമണ്ഡപങ്ങളുമാണ്. കുതിരലായങ്ങൾ കൂടാതെ ആനേസാലു എന്ന ആനപ്പുരയും ഒണ്ടേസാലു മണ്ഡപ എന്ന ഒട്ടകപ്പുരയും ഹംപിയിലുണ്ട്. പടവുകളോട് കൂടിയ നിരവധി കുളങ്ങൾ, സൈനിക ക്വാർട്ടേഴ്സുകൾ, വിശിഷ്ട വ്യക്തികൾക്കായുള്ള താമസ സ്ഥലം, മഹാനവമി ഡിബ്ബ എന്ന പടുകൂറ്റൻ പ്ലാറ്റ്ഫോറം, ലോട്ടസ് മഹൽ, സ്നാനമാളിക പോലെയുള്ള നിരവധി ആകർഷണങ്ങൾ ഹംപിയിൽ കാണാനായുണ്ട്. നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ പിന്നിലെ ചിത്രത്തിലുള്ള കല്ലുരഥം ഹംപിയിൽ വിഠല ക്ഷേത്രത്തിൻ്റെ മുമ്പിലേതാണ്. ഹംപിയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ആർക്കിയോളജി വകുപ്പിൻ്റെ സംരക്ഷണയിൽ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ കാര്യമായ വ്യാപാര സ്ഥാപനങ്ങളോ ഹോട്ടലുകളോ ഇല്ലെന്ന് പറയാവുന്ന സ്ഥിതിയാണ്. വീടുകളും തീരെ ഇല്ലെന്ന് പറയാം. ഹംപിയിൽ കമലാപുരത്താണ് ഭക്ഷണവും മറ്റും ലഭിക്കുന്ന അല്പം ചില ഹോട്ടലുകൾ ഉള്ളത്. ചെറിയ തോതിൽ താമസ സൗകര്യവും അവിടെ കിട്ടും. ചില ഹോം സ്റ്റേകളും ലഭ്യമാണ്. ഹംപിയിൽ നിന്നും 11 കിലോമീറ്ററോളം അകലെയുള്ള ഹോസ്പെറ്റ് പട്ടണത്തിൽ ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും ലഭ്യമാണ്. ഹംപി മൊത്തമായി കാണുവാൻ ടാക്സിയോ ഓട്ടോയോ ആശ്രയിക്കേണ്ടി വരും. എന്നാലും കാൽനടയെ നന്നായി ആശ്രയിച്ചേ പറ്റൂ. പാറക്കെട്ടുകളും പടിക്കെട്ടുകളും കയറി ഇറങ്ങി കാണേണ്ടതായ സ്ഥലങ്ങളും ഉണ്ട്. ഹംപിയിൽ വേനൽക്കാലത്ത് നല്ല വെയിലും ചൂടുമായിരിക്കും. തുംഗഭദ്രയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന കാലങ്ങളിൽ നദീതീരത്തുകൂടി നടന്നുപോയി കാണേണ്ട ചില പോയിന്റുകളിൽ പോകാനും കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും ഇല്ലാതെ ഹംപി മുഴുവനായി ഒന്ന് കണ്ടുവരുവാൻ കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഹംപിയെ പറ്റിയുള്ള കൂടുതൽ ദൃശ്യങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.